എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാനിന്ന് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചെറിയൊരു മോഡിഫിക്കേഷൻസ് കുറച്ച് കാര്യങ്ങൾ വരുത്തിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ എനിക്ക് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോട് വളരെ വളരെ നന്ദിയാണ് ആദ്യം പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ക്ലിനിക്ക് തുടങ്ങിയിട്ട് ഏകദേശം 3 ഇയേഴ്സായി. 3 ഇയേഴ്സിൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഈ യൂട്യൂബ് ചാനൽ ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോൾ 2ാമത്തെ വർഷം ആവാറായി. ഒരു 2 വർഷം ആവുമ്പോൾ തന്നെ 65,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വലിയൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ അത് വലിയ കാര്യമാണ്. എന്തുകൊണ്ടാണ് വെച്ചാൽ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് തരുന്നൊരു ചാനലല്ല എന്ന് നിങ്ങൾക്കറിയാം. കാരണം ചാനലിൻ്റെ പേര് തന്നെ ഡി-ലാബ് ഹെയർ റീജനറേഷൻ ക്ലിനിക്ക് എന്നാണ്. ഒരു ക്ലിനിക്കിനെ 65,000 ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സംതിങ് വെരി ബിഗ്. സോ ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. ഞാൻ എല്ലാവരോടും വളരെയധികം കടപ്പെട്ടും നന്ദിയും രേഖപ്പെടുത്തുന്നു. എനിക്ക് ഭാവിയിലും ഇതേ സപ്പോർട്ട് തരാം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, നമുക്കും വളരെയധികം ഇൻട്രസ്റ്റഡ് ആവും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ക്യാഷിനേക്കാൾ ഉപരി നമ്മൾ ഇത് ട്രീറ്റ്മെൻറ്റ് എത്തിക്കുക, അതായത് ഈ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് എല്ലാവരുടെ അടുത്തും എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കാറ്. ബേസിക്കലി പറയുകയാണെങ്കിൽ എല്ലാവരും പോലെ തന്നെ ഡോക്ടേഴ്സ് ആദ്യം ഞാനും വരുമാനമായിരുന്നു, മീൻസ് പ്രോഫിറ്റ് ആയിരുന്നു നോക്കിയിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. പിന്നെ നിങ്ങളെ സപ്പോർട്ട്, നിങ്ങളെ ആത്മാർത്ഥം, നിങ്ങളെല്ലാവരും എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ 2 വർഷം മുന്നേ തൊട്ടേ എൻ്റെ ഫോക്കസ് ഓഫ് ഇൻട്രസ്റ്റ് മാറി. എനിക്കിപ്പോൾ മെയിനായിട്ട് കൂടുതൽ ആളുകളുടെ അടുത്ത് എത്തിക്കണം എന്നാണ് ഉള്ളത്. അല്ലാതെ എനിക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കിയിട്ട് ലാഭം വേണം. കാരണം നമുക്ക് ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തി പോകണം. ഒരു മാസം തന്നെ ഏകദേശം സാലറീൻ്റെ തന്നെ ഏകദേശം 4 ലക്ഷം റുപ്യ സാലറി തന്നെ കൊടുക്കാറുണ്ട് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് നടത്തി പോകണമെന്നുണ്ടെങ്കിൽ ലാഭം വേണം. പക്ഷേ കൊള്ള ലാഭമല്ല, ലാഭം അത് വേണം. പക്ഷേ അതിലുപരി ഇത് എല്ലാവരുടെ അടുത്തും എത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വന്നു. അത് നിങ്ങളെല്ലാവരെയും ഈ ഒരു ഇൻട്രസ്റ്റ് കണ്ടിട്ടാണ്. പിന്നെ ഞാൻ പറയാലോ, ഞാൻ നല്ലൊരു ഓഫർ ഈ മാസം തരുന്നുണ്ട്. അത് ഞാൻ പറയാം. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം. എനിക്ക് ഇതിൽ പറയാനുള്ളത് വേറെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഞാനൊരു കമൻറ്റ് കാണിച്ചില്ല. നിങ്ങൾ ഈ കമൻറ്റിന് കണ്ടു നോക്കും. ഈ വ്യക്തി പറയണതെന്ന് വെച്ചാൽ ഇയാൾക്ക് 12 ദിവസമായി ഫസ്റ്റ് സിറ്റിംഗ് ചെയ്തിട്ട് ഇപ്പോഴും മാറ്റില്ല. ഞാൻ പറയാറുണ്ട് എല്ലാവരോടും, ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞ് സെക്കൻഡ് സിറ്റിംഗ് കഴിഞ്ഞ് ബൂസ്റ്ററിന് നിങ്ങൾ വരുമ്പോൾ, അതായത് ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞ് സെക്കൻഡ് സിറ്റിംഗ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാണ് ബൂസ്റ്റർ. ആ ബൂസ്റ്റർ എടുക്കാൻ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ചസ് കാണാവുന്നതാണ്. അങ്ങനെയാണ് പൊതുവേ എല്ലാവർക്കും കണ്ടുവരുന്നത്. പൊതുവേ നിങ്ങൾ എൻ്റെ പേഷ്യൻ്റായിട്ടുള്ള ഈ ട്രീറ്റ്മെൻറ്റ് എടുത്ത 6,000 ആളുകളോടും ചോദിച്ചു നോക്കൂ. അവരിൽ ഒരു 90% ആളുകൾക്കും ഫസ്റ്റ് ബൂസ്റ്റർ എടുക്കാൻ വരുമ്പോൾ ഒരു ചേഞ്ച് കാണും. ആ ഒരു സമയം എന്ന് പറയുന്നത് ഏകദേശം 2 മാസം തൊട്ട് 2.5 മാസം കഴിഞ്ഞിട്ടുള്ള സമയമാണ്. ആ സമയത്താണ് അവർ ബൂസ്റ്റ് എടുക്കാൻ വരേണ്ടത്. ആ സമയത്താണ് അവർക്ക് ചേഞ്ചും കാണുന്നത്. മനസ്സിലായോ? അല്ലാതെ 12 ദിവസം കൊണ്ട് മുടി വരുത്താൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മുടി വേറെ എവിടുന്നെങ്കിലും വലിച്ചു പറിച്ചെടുത്ത് ഇവിടെ കുത്തി ഇറക്കി വെക്കുന്നല്ല. അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ. ഇത് ട്രാൻസ്പ്ലാന്റേഷൻ അല്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മുടി കാണണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നടക്കാത്ത കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയുള്ളത്, നിങ്ങൾ ഇത് വേറെ ആരെങ്കിലും നമ്മുടെ ചാനലിൽ തന്നെ ഞാനല്ല, ഒരു പരസ്യം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു SI, അയാൾ ഒരു പോലീസ് ഓഫീസറാണ്. അയാളാണ് പറയുന്നത് അയാൾക്ക് 14 ദിവസം കൊണ്ട് ചേഞ്ച് ഉണ്ടായിരുന്നു. അത് ഒരു വ്യക്തിക്ക് ഞങ്ങളെ ഇത്രയും പേഷ്യൻസിൽ നോക്കിയാൽ ഒറ്റൊരു വ്യക്തിക്കാണ് 14 ദിവസം കൊണ്ട് ചേഞ്ച് ഉണ്ടായത് എന്ന് വെച്ച് അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി റേഷ്യോ നിങ്ങൾ ആലോചിക്കേ, 1:6,000 ആണ്. 6,000 ആളുകളിൽ ഒരാൾക്കാണ് ആ ഒരു 14 ദിവസം കൊണ്ട് ചേഞ്ച് ഉണ്ടായത്. ആ ഒരു പ്രോബബിലിറ്റി ഉണ്ടാകുമ്പോൾ ആ ഒരു ദിവസം നിങ്ങൾക്ക് ചേഞ്ച് വന്നില്ല, അതുകൊണ്ട് ഞാൻ സെക്കൻഡ് സിറ്റിംഗ് എടുക്കാൻ പോകില്ല, ഉടായ്പാണ് എന്ന് പറയുന്നതിൽ എനിക്കൊരൊറ്റ ഉത്തരവേ നിങ്ങളോട് പറയുള്ളൂ. നിങ്ങൾ നാളെ തന്നെ ക്ലിനിക്കിൽ വന്നിട്ട് ഞാൻ തന്ന പൈസ ഞാൻ റിട്ടേൺ അങ്ങോട്ട് തരും. ഞങ്ങൾ തന്ന മെഡിസിൻസും കാര്യങ്ങളൊക്കെ അതേപോലെ റിട്ടേൺ തരാം. എനിക്ക് ഈ വ്യക്തിനായിട്ട് യാതൊരുവിധ ഇടപാടിനും താല്പര്യമില്ല. കാരണം ക്ഷമ ഇല്ലാത്തവർ ദയവ് ചെയ്ത് ഇതിന് നിൽക്കരുത്. ഞാൻ ആദ്യം പറയാം, ക്ഷമ ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. എനിക്ക് പിന്നെ അതിൻ്റെ പിന്നാലെ നിങ്ങളെ ഫൈറ്റ് ചെയ്ത് നടക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ചേട്ടൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന് പൈസ വാങ്ങി ഇവിടുന്ന് സ്ഥലം വിടുകയായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇനിയും ഇത് മുന്നോട്ട് പോകുമ്പോൾ ഞാനിപ്പോൾ ഈ വ്യക്തിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അയാളോട് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. 12 ദിവസം എന്ന് പറഞ്ഞ് വിചാരിച്ച് വയേർഡായിട്ട് വരികയാണ്. അപ്പോൾ എന്താ ഈ 12 ദിവസം അല്ല ചേട്ടാ, 2 മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് എല്ലാവർക്കും കാണാമെന്നൊക്കെ പറഞ്ഞാലും ഈ 2 മാസം ആവണ വരെ ഈ വ്യക്തി എനിക്ക് സ്വസ്ഥത തരില്ല. അതുകൊണ്ട്
എനിക്ക് ഇത്തരം ആളുകളായിട്ടുള്ള വളരെ സ്നേഹപൂർവ്വം പറയാണ്, ദയവേത് നമ്മൾ പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് പോവാം. ഞാൻ പൈസ നിങ്ങൾക്ക് തിരിച്ചു തന്നു. നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റിന് യോഗ്യരല്ല. ആക്ച്വലി ക്ഷമയില്ലെങ്കിൽ ഇതെടുക്കാൻ നിൽക്കണ്ട. യു ക്യാൻ ഗോ ആൻഡ് ഓപ്റ്റ് ഫോർ എനി അതേഴ്സ് ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് ട്രാൻസ്പ്ലാന്റേഷൻ, അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ചേട്ടനൊന്നും വിചാരിക്കരുത്, ചേട്ടനോട് ഇത് പറയാൻ വേണ്ടി ഞാൻ ഫോൺ വിളിക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇതേപോലെ ചേട്ടനെ പോലെ വേറെയും കുറേ ചേട്ടന്മാർ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. 12 ദിവസം കൊണ്ട് മാറ്റം ഇല്ല എന്ന് കരുതി നിങ്ങൾ അത് കാരണം നിങ്ങൾ സെക്കൻഡ് സിറ്റിംഗ് എടുക്കാതിരിക്കാനുള്ള പ്ലാനാണെങ്കിൽ ദയവേത് നിങ്ങൾ സെക്കൻഡ് സിറ്റിംഗും എടുക്കേണ്ട. ഈ ഫസ്റ്റ് സിറ്റിങ്ങിൻ്റെ ഒരു മെഡിസിൻസും കാര്യങ്ങളൊക്കെ റിട്ടേൺ തന്നേക്കും, നിങ്ങൾ വിട്ടോളൂ. പിന്നെ ഞങ്ങൾക്ക് യാതൊരു വിധ കുഴപ്പമില്ല, ഞങ്ങൾ പൈസ തിരിച്ചു തരാം. വേറൊരു വ്യക്തിൻ്റെ കാര്യം ഞാൻ പറയാം. 2022 ഈ വ്യക്തിക്ക് ഞാൻ GFC ചെയ്ത് കൊടുത്തിട്ടുണ്ട്. GFC ആണ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ഞാൻ അന്ന് ഡീലാപ്പ് തുടങ്ങിയിട്ടില്ല, ഡീലാപ്പിൽ വെച്ചല്ല ചെയ്തത്, എറണാകുളത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അന്ന് ഈ വ്യക്തിക്ക് ചെയ്തപ്പോൾ മാറ്റമുണ്ടോ മാറ്റമില്ലേ എന്നൊന്നും പറയാതെ ഇപ്പോൾ, അതായത് 3 കൊല്ലം കഴിഞ്ഞ് 2025 ഈ പുള്ളി, അതെനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 2022 ഏപ്രിൽ എങ്ങാണ്ട്, അന്ന് ഈ ഡീലാപ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈമാണ്. ഡീലാപ്പിലല്ല പക്ഷേ ചെയ്തത്, ഞാൻ എറണാകുളം പോയപ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഡീലാപ്പിൽ ഇൻസൈഡിലല്ല ചെയ്തത്, അതെ യെസ് ഡീലാപ്പിൻ്റെ ഉള്ളിലല്ല ചെയ്തത്, പുറത്ത് എറണാകുളത്തോ അങ്കമാലിയിലോ ഒരു ആശുപത്രിയിലാണ് ചെയ്തത്. അപ്പോൾ അന്ന് ചെയ്തപ്പോൾ ഇവന് 3 വർഷം ഒരു പ്രശ്നവും ഉണ്ടായില്ല. 3 വർഷം ഒരു കുഴപ്പവും ഇവൻ വിളിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ അതായത് കറക്റ്റ് കഴിഞ്ഞ മാർച്ചിലോ ഏപ്രിൽ എങ്ങാണ്ടാണ് ഞാൻ ചെയ്തു കൊടുത്ത് 2022. ഇപ്പോൾ 2025 ഏപ്രിൽ ആവാറായി. ഇപ്പോൾ എന്ത് വിളിച്ച് പറഞ്ഞു എനിക്ക് യാതൊരു മാറ്റില്ല, പൈസ ഫുള്ള് റീഫണ്ട് വേണം. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ ഈ പറയുന്നത്? 3 കൊല്ലം കഴിഞ്ഞിട്ടും നിങ്ങൾ ഇപ്പോഴാണോ വന്ന് പറയുന്നത്? ഇവരോടൊക്കെ ഞാൻ എന്താ ഉത്തരം പറയേണ്ടത് എന്ന് നിങ്ങൾ പറ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ വ്യക്തികൾ ഇവരൊക്കെ ഒരു മെൻറ്റാലിറ്റി ഞാൻ പറയാം. ഇവരൊക്കെ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ മാക്സിമം എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ മാക്സിമം ഇയാളെ ക്ലിനിക്കിനെ അങ്ങോട്ട് മോശമാക്കും. അതിന് വേണ്ടിയിട്ട് കമൻസ് ഇടാൻ തുടങ്ങും. ഞാൻ എൻ്റെ ഇതിൽ ഫേസ്ബുക്ക് മീൻസ് യൂട്യൂബിൽ കമൻസ് ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അബ്യൂസീവ് കമൻസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക് അത് റിമൂവ് ആയിക്കോളും. അപ്പോൾ ഈ യൂട്യൂബിൽ അങ്ങനെ ഇടാൻ പറ്റില്ല. പക്ഷേ ഗൂഗിളിൽ ഇവരെന്താ വെച്ചാൽ അങ്ങ് കയറ്റിടും. അതിലും അങ്ങനെയാണ്, ഫിൽറ്ററിങ് ഉണ്ട്. പക്ഷേ ഗൂഗിളിലൊക്കെ ഇങ്ങനെ കമൻറ്റ് ഇത് ഈ ചേട്ടൻ വിട്ടിട്ടുണ്ട്. ഞാൻ രണ്ടാമത് പറഞ്ഞ ആളെ പേര് ഞാൻ പറയുന്നില്ല. ആളൊരു സെക്യൂരിറ്റി മീൻസ് ആളൊരു എയർപോർട്ട് സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ആളെ പേര് ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അയാൾ എൻ്റെ പിന്നാലെ നടന്ന് ഇപ്പം ഇങ്ങനെ പൈസ പാതി മതി. നിങ്ങൾ ഈ 3 കൊല്ലമായിട്ട് നോക്കാത്ത കാര്യം, നിങ്ങൾ ഏതെങ്കിലും ആളുകളോട് ഈ കാര്യം നിങ്ങൾ ആരോടെങ്കിലും മൂന്നാമതൊരാളോട് സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, എന്തുകൊണ്ട് 3 കൊല്ലം കുഴപ്പമില്ലായിരുന്നു? ഈ 3 കൊല്ലം നിങ്ങൾ മരുന്ന് ഉപയോഗിച്ചോന്ന് എനിക്കറിയില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഡോക്ടർമാരെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തോന്നും എനിക്കറിയില്ല, എന്നിട്ട് ഇപ്പം വന്നിട്ട് പൈസ ചോദിക്കുന്നത് എന്തർത്ഥമുള്ളത്? നമ്മൾ പറയണത് 6 മാസമായിട്ട് ചേഞ്ച് ഇല്ലെങ്കിൽ നിങ്ങൾ വിളിക്കണം. വിളിച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. അല്ല 1 കൊല്ലോ അല്ലെങ്കിൽ 10 കൊല്ലോ കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. മനസ്സിലായോ? നിങ്ങളെല്ലാവരും PRPയും GFC ഒക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും. അവിടെ പോയി ചെയ്ത ആളുകളും ഉണ്ടാവും. ഈ PRPയും GFCക്കും ഫസ്റ്റ് ഒറ്റൊരു സിറ്റിംഗ് എടുത്തിട്ട് PRPക്ക് റിസൾട്ട് വരില്ലെന്ന് നിങ്ങൾക്കറിയാം. എന്നാലും അതിന് 5000 6000 കൊടുത്ത് ചെയ്യാൻ പോകും. പക്ഷെ അവരോടൊന്നും ചോദിക്കാൻ നിങ്ങൾ പോവില്ല. ഇവിടെ നമ്മൾ എത്രയോ ഓഫറാണ് കൊടുക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്ന ഓഫർ 3 കൊല്ലത്തേക്ക് അവർക്ക് GFC കിട്ടുന്ന രീതിയിലുള്ള ഓഫറാണ്. മനസ്സിലായോ? 3 കൊല്ലത്തേക്ക് ഞാൻ ഒരു ഓഫർ പറയാം. ഞാൻ വേറെ വീഡിയോ ആയിട്ട് തന്നെ പറയാം. ഈ ഒരു ഓഫർ ഈ മാസത്തെ ഓഫറിൽ ചെയ്യുമ്പോൾ, അതായത് ഈ മാസം മാത്രമല്ല ഈ വർഷത്തിലുള്ള എല്ലാവർക്കും ഞാൻ കൊടുത്താലൊന്ന് ആലോചിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 3 വർഷം അവർക്ക് SCT 2 സിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷത്തേക്കുള്ള GFC അവർക്ക് ഫിക്സായി. അങ്ങനത്തെ ഒരു ഓഫറും കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഓഫർ കൊടുക്കുമ്പോൾ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു സിറ്റിങ്ങിന് ഞങ്ങൾ ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്ത് ഡിവൈഡഡ് ബൈ സിറ്റിങ്സ് നോക്കുമ്പോൾ ഞങ്ങൾ ഒരു PRPക്ക് വാങ്ങുന്ന പൈസേനൊക്കെ കുറവ് വാങ്ങണം. ഞങ്ങൾക്ക് ഇതിനൊക്കെ യൂസ് ചെയ്യാൻ എത്ര സാധനങ്ങൾ ആവശ്യമുണ്ടറിയോ? എന്നിട്ട് വന്നിട്ട് നിങ്ങൾ ഞങ്ങളെ പറ്റി കമൻറ്റ് ചെയ്യുകയോ മോശമായിട്ട് ഇങ്ങനെ ആൾക്കാർ എഴുതും. ഇവർ ഗൂഗിളിലും മറ്റേലൊക്കെ എഴുതാൻ തുടങ്ങും. ഇത് കണ്ടിട്ട് പാവം സാധാരണക്കാരെന്താ വിചാരിക്കുക? സത്യമാണെന്ന് വിചാരിക്കും. യഥാർത്ഥ കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇവർ എന്നിട്ട് ബാക്ക് ഓഫ് ആകും. അതാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഇവിടെ വന്ന് എൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത ആളുകൾക്ക് മാറ്റമില്ല എന്നുള്ള കാര്യത്തിൽ ഞാനൊരു ചെറിയൊരു കാര്യം ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ ഫോട്ടോസ് എടുക്കാറുണ്ട്. ഫസ്റ്റ് സിറ്റിങ്ങിൻ്റെ സെക്കൻഡ് സിറ്റിങ്ങിൻ്റെ പിന്നെ ബൂസ്റ്ററിൻ്റെ ഫോട്ടോസ് എടുക്കാറുണ്ട്. ഈ ഫോട്ടോസ് വെച്ച്
നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ഇത്രയും കാലം കൊടുത്തിരുന്നത്. പക്ഷേ ചില ആളുകൾക്ക് അപ്പോഴും മതിയാവില്ല. അവർക്ക് എന്താ പറയുക, അവർ കമ്പയർ ചെയ്യുമ്പോൾ അവർ പറയും ലൈറ്റിൻ്റെ പ്രശ്നം, മറ്റേൻ്റെ പ്രശ്നം എന്നൊക്കെ പറയും. റിസൾട്ട് ഇല്ല, ലൈറ്റിൻ്റെ പ്രശ്നം അത്. ഇപ്പോൾ 6000 മുകളിൽ ആളുകൾ ചെയ്തു. ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് വളരെ ചുരുക്കം ആളുകളാട്ടോ. പക്ഷേ ഈ ചുരുക്കം ആളുകൾ മതി നമുക്കൊരു ഭയങ്കര എന്താ പറയുക, ഒരു പ്രശ്നമായി മാറാൻ. കാരണം ഇവർ അവിടെ ഇവിടെയും ഇവർക്ക് ഭയങ്കര സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരായിരിക്കും. ഇവർ നേരെ പോയി അവിടെ ഇവിടെയും പോയി കമൻസ് ഇടും. എന്നിട്ട് ഇവർ ബാക്കിയുള്ള എന്താ പറയുക നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ ആയിട്ട് ടൈപ്പ് ആവും. എന്നിട്ട് അതിൻ്റെ ബേസിസിൽ കമൻസ് ഇടുക, കമ്മീഷൻ വാങ്ങുക, അങ്ങനത്തെ പരിപാടികളാണ്. പക്ഷേ അത് വളരെ ചെറിയൊരു മൈനോറിറ്റിയേ ഉള്ളൂ. ഈ 6000 ആളുകൾ ചെറിയൊരു മൈനോറിറ്റി, വളരെ ചെറിയ മൈനോറിറ്റി, ലെസ് ദാൻ 1% എന്ന് വെച്ചാൽ പറയേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ആളുകളാണ് ഇവർ. ഇപ്പോൾ ഇവർ പോയി അവിടെ ഇവിടെയും കമൻറ്റ് ഇടുമ്പോൾ ഞാൻ പറയാം, എൻ്റെ ഗൂഗിൾ റിവ്യൂവിൽ ഞാൻ പറയാം 10 നെഗറ്റീവ് കമൻറ്റ്സ് വിത്ത് വലിയ സെൻറ്റൻസ് സെറ്റ് ഉണ്ട്. ആ 10 നെഗറ്റീവ് കമൻസിൽ എനിക്ക് 100% ഉറപ്പ് അതിൽ വെറും 2 ജെനുവിൻ കമൻ്റ് ഉള്ളൂ. ബാക്കി എല്ലാം കാര്യം അറിയാതെയോ അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ്. മനസ്സിലായോ? നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം ഞാൻ അവരോടൊക്കെ ചോദിക്കേണ്ടത് നിങ്ങൾ വന്ന ഡേറ്റ്, നിങ്ങൾ വന്ന പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ഒന്ന് സെൻഡ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യും. ആരും ഷെയർ ചെയ്യുന്നില്ല. ആരും ഒന്നും ഷെയർ ചെയ്യാത്ത അവരൊന്ന് ഗൂഗിളിൽ ഷെയർ ചെയ്യട്ടെ, അവരതിന് റെഡിയല്ല. മനസ്സിലായില്ലേ? അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും. ഞാനിതൊക്കെ മുൻകരുതൽ എടുത്തിട്ട് തന്നെയാണ് ഈ പരിപാടിയിലോട്ട് ഇറങ്ങിയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ 3 കൊല്ലം മുന്നേ ഞാൻ NFTC നാഷണൽ ഫെഡറേഷൻ ടൂറിസം ആൻഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് അമിത് ഷാൻ്റെ ഒരു ഡയറക്റ്റ് അണ്ടറിൽ വരുന്നതാണിത്. NFTC സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്പെക്സ് ഫെഡറേഷനാണ്. അതിൻ്റെ ഓൾ ഇന്ത്യ CEO ആയിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് 1.5 വർഷം 1.5 വർഷം വർക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് സ്ട്രെസ്സാണത്. പക്ഷെ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് അത്രയൊരു അതിൽ ഉണ്ടായിരുന്നില്ല. ആദ്യം എന്നെ നിർബന്ധിച്ച് എൻ്റെ ഡയറക്റ്റ് പോയി എൻ്റെ ഒരു മീൻസ് ഞാൻ പറയുന്നില്ല ആരെ ചേർക്കുന്നതൊക്കെ. അങ്ങനെ ഞാൻ അവിടെ CEO ആയിട്ട് പോസ്റ്റ് ആയതാണ്. അപ്പോൾ ആ CEO ആയിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ 1 വർഷം കൊണ്ട് ഓൾ ഓവർ സൗത്ത് ഇന്ത്യയിൽ ഞങ്ങൾക്ക് 300 ക്ലിനിക്ക് ഇടാനുള്ള ഒരു ഇതാണ് കിട്ടിയത്. ആ ഒരു പ്രഷർ ഉണ്ടായിരുന്നു, നല്ല പ്രഷർ. 300 ക്ലിനിക്ക് ഇടാനുള്ള ഫണ്ടും ഇവരിട്ട് തരും അക്കൗണ്ടിൽ. പക്ഷേ ആ 300 ക്ലിനിക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യണം. അത് അത് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും ബുദ്ധിമുട്ടാണ് ആ പരിപാടി. അതുകൊണ്ടാണ് ഞാൻ വോളണ്ടറി റിസൈൻ ചെയ്തത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു റാഫിയോ അങ്ങനെ ആരുമാണ് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഞാനത് ഫുള്ളായിട്ട് ഒഴിവാക്കി. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അങ്ങനെ ഇരിക്കുന്ന അങ്ങനത്തെയും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ സഹിച്ചിട്ട് നമ്മൾ ഇത് ഔട്ട് ഓഫ് ഇൻട്രസ്റ്റാണ് ഞാൻ ഈ സാധനം തുടങ്ങിയത്. ഒരു ഡോക്ടർ എന്നുള്ള എനിക്ക് ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് എനിക്ക് കോസ്മെറ്റിക്സിലുള്ളതുകൊണ്ട് ഞാൻ ഈ സ്ഥാപനം തുടങ്ങി. അപ്പോൾ ഞാനിതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയപ്പോൾ തൊട്ടേ ഫോട്ടോസ് എന്ന് പറയുന്നത് തെളിവ് ഞങ്ങൾ എടുത്ത് വയ്ക്കുന്നപ്പോൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ആളുകളുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കുന്നത്. ഞാൻ പറയില്ല, നിങ്ങൾ വന്നിട്ട് ചെയ്ത് നമ്മളെടുത്ത് നല്ല രീതിയിൽ നിന്ന് നമ്മൾ പറയുന്ന പോലെ കേൾക്കുകയാണെങ്കിൽ ഞാൻ പറയലോ ഒരു രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് ഇരിക്കാൻ ചാൻസ് ഇല്ല. ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മീൻസ് ലൈവായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ബെറ്റ് വയ്ക്കാം. നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾ, ഏതെങ്കിലും ഒരാൾ, എന്നായിട്ട് ബന്ധപ്പെടേണ്ട ഏതെങ്കിലും ഒരാളായിക്കോട്ടെ, ഏതെങ്കിലും വ്യക്തി വരട്ടെ, ആ വ്യക്തി വരിക. ഫസ്റ്റ് സിറ്റിംഗ് എൻ്റെ മുമ്പിൽ നിന്ന് എടുക്കുന്ന മൊത്തം ഞാൻ വീഡിയോ ക്യാപ്ചർ എടുക്കും. എന്നിട്ട് അത് ഇടും. സെക്കൻഡ് സിറ്റിംഗ് ഇടും. തേർഡ് സിറ്റിംഗ് ഇടും. എന്നിട്ട് ഈ വ്യക്തി ഓരോരോ 3 ദിവസം കൂടുമ്പോൾ ഇവർ തലയിൽ ഈ സാധനം സിറം തേച്ചിട്ടുള്ള ഒരു ടൈം സ്റ്റാമ്പ് ഫോട്ടോ അയക്കുക. അങ്ങനെ ലൈവായിട്ട് കൊണ്ടുപോയിട്ട് ഒരു 60 ദിവസം 70 ദിവസമായിട്ട് ഇയാൾക്ക് മാറ്റം ഉണ്ടോ എന്ന് നോക്കാമല്ലോ. മാറ്റം ഉണ്ടോ എന്ന് അപ്പം നമുക്ക് നോക്കാം. മനസ്സിലായി? മാറ്റം ഇവിടെ വന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. പക്ഷേ ആ മാറ്റം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് വളരെ നല്ല മാറ്റമായിരിക്കും, ചില ആളുകൾക്ക് കുറച്ച് കുറവ് മാറ്റമായിരിക്കും. ഞാൻ ഇതേപോലെ വേറൊരു പേഷ്യൻറ്റ് ഈ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയുന്ന ഒരു വോയിസ് കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. അതും കൂടി കേൾപ്പിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്. അപ്പോൾ അങ്ങനത്തെ ഇൻട്രസ്റ്റുകൾ കൂടി വന്ന പേഷ്യൻസിനെ പിന്തിരിപ്പിക്കാൻ നോക്കുന്ന കുറേ എണ്ണം ഇതേപോലത്തെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു എവരിവൺ. ഞാൻ ഓഫറിനെ പറ്റിയും വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ, ഇത് ഇപ്പം തന്നെ 15 മിനിറ്റ് ആയി. ഓക്കെ, താങ്ക് യു.